കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ? എന്നാൽ ഞാനൊരു കഥ പറയട്ടെ. ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് എല്ലാം നല്ലത് തന്നെ. ഒരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു. രാജാവിന് ബുദ്ധിമാനായ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. രാജാവിന് നാട്ടിൽ പോവാൻ വളരെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം രാജാവും മന്ത്രിയും ഭടന്മാരും കൂടെ നാട്ടിൽ തുടർന്നു. വഴിയിൽ വെച്ച് ഒരു അപകടം പറ്റി. എന്താണെന്നോ? രാജാവിന്റെ കൈമുഴുവൻ ചോര വന്നു. എല്ലാവരും പേടിച്ചു പോയി. അപ്പൊ മന്ത്രി പറഞ്ഞു, അത് നല്ലത് തന്നെ. അതു കേട്ട രാജാവിന് ദേഷ്യം വന്നു. എന്ത്, എന്റെ കൈമൂന്ന് ചോര വന്നപ്പോ നീ എല്ലാം നല്ലതെന്നു പറഞ്ഞു? ഭടന്മാരെ, ഈ മന്ത്രിയെ പിടിച്ച് ജയിലടിക്കൂ. അങ്ങനെ ജയിലടച്ചു. അതിനുശേഷം അപ്പോ മന്ത്രി പറഞ്ഞു, ഇതും നല്ലത് തന്നെ. അതിനുശേഷം രാജാവും ഭടന്മാരും കൂടെ നാട്ടിൽ തുടർന്നു. പെട്ടെന്നതായ സിംഹം ചോടി വന്നു. എല്ലാവരും പേടിച്ചോടി മരത്തിൽ കയറി. രാജാവാണെങ്കിൽ പേടിച്ച് ബോധം കെട്ട് വീണു. അപ്പോ സിംഹം പതുക്കെ പതുക്കെ വന്ന് രാജാവിനെ മണത്തു നോക്കി. ചോരയുടെ മണങ്ങൾ സിംഹത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് രാജാവിനെ ഒന്നും ചെയ്യാതെ തിരികെ പോയി. ബോധം വന്ന രാജാവിന് അപ്പോഴാണ് മനസ്സിലായത്. മന്ത്രി പറഞ്ഞ അർത്ഥം മനസ്സിലായത്. രാജാവ് ഭടന്മാരോട് പറഞ്ഞ് ആ മന്ത്രിയെ ജയിലിൽ നിന്ന് പുറത്തിറക്കി. എന്നോട് ക്ഷമിക്കണം മന്ത്രി, എന്റെ കൈമുഴുവൻ ചോര വന്നില്ലായിരുന്നെങ്കിൽ ആ സിംഹം എന്നെ ഭക്ഷിക്കുമായിരുന്നു. അപ്പോ മന്ത്രി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് എന്നെ ജയിലടച്ചില്ലായിരുന്നെങ്കിൽ ആ സിംഹം എന്നെ ഭക്ഷിക്കുമായിരുന്നു. എനിക്കാണെങ്കിൽ മരത്തിൽ കയറാൻ പോലും മലയില്ല. എല്ലാവരും ചിരിച്ചു. അതിനുശേഷം രാജാവ് മന്ത്രിക്ക് കുറേ സമ്മാനങ്ങളൊക്കെ കൊടുത്തു. എല്ലാവർക്കും സന്തോഷമായി. കൂട്ടുകാരെ, ഈ കഥയിൽ ഒരു ഗുണപാഠമുണ്ട്. എന്താണെന്നോ? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നല്ലതിനു വേണ്ടിയാണ്. അത് കരുതി ജീവിക്കണം. അതെ, എല്ലാം നല്ലത് തന്നെ.